സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വരാനുണ്ടായ പ്രധാന കാരണം നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തൊരു വിഷയം ഉണ്ടായിരുന്നു. ഇപ്പോൾ കേരളത്തിൽ ഒരു സെൻസേഷണൽ ആയിട്ടുള്ളൊരു വിഷയമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നിട്ടുള്ള പരാതികളും അതിനെ തുടർന്നുണ്ടായ സംഭവവികാസങ്ങളുമാണ് ഇന്നിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ട്രാൻസ് വുമൺ ആയിട്ടുള്ള അവന്തികയും അതോടൊപ്പം തന്നെ റിനി ആൻ ജോർജ് എന്ന് പറയുന്ന ഒരു യുവനടി, ഈ നടി ഏത് സിനിമയിലാണ് അഭിനയിച്ചതെന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം. കാരണം ഞാൻ ഇവരെ ഒരു സിനിമയിലും കണ്ടിട്ടില്ല. നമുക്കറിയാം, ഓരോ വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴും ഓരോ ആളുകൾ നടിയാണെന്ന് സ്വയമേ പറഞ്ഞുകൊണ്ട് ആ വിഷയങ്ങളിലൊരു കൈ കടത്താനായിട്ട് ശ്രമിക്കും. അങ്ങനെ ശ്രമിക്കുമ്പോൾ എന്താണ് ഉണ്ടാവുക? ഒരു പേര് അവർക്ക് കിട്ടും, ഒരു യുവനടി എന്നുള്ളൊരു പേര്. ആ നടി എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ഒരു പേരിൽ അറിയപ്പെടുന്ന ഒരാളിനെ ഇതുവരെയും നാളിതുവരെ നമ്മുടെ സമൂഹത്തിലുള്ള ഒരാൾ പോലും കണ്ടിട്ടുണ്ടാവില്ല. അത് സിനിമയിലോ ഷോർട്ട് ഫിലിമോ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല. ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് പേര് വരിക? യുവനടി റിനി. ആ റിനിയുടെ പരാമർശത്തിൽ അല്ലെങ്കിൽ ആരോപണത്തിൽ കുഴഞ്ഞ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ആ രാഹുലിൻ്റെ പേരിനൊപ്പം അറിയപ്പെടണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഒരു പക്ഷെ വന്നതായിരിക്കും ഈ പറയുന്ന യുവനടി എന്ന് പറയപ്പെടുന്ന റിനി ജോർജ് എന്ന് പറയുന്ന ആള്. അത് തന്നെയാണ് എനിക്ക് തോന്നിയത്. പുള്ളിക്കാരിയുടെ ഒരു കാര്യം ചോദിക്കുമ്പോൾ ആളുടെ പേരൊന്നും പറയുന്നില്ല, പേര് പറയാതെ തന്നെ ഹൂ കേഴ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തുള്ളിച്ചാടി നിൽക്കുകയാണ്. പറയുന്ന കാര്യങ്ങളിൽ നല്ല ഉടായ്പാണെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് കാട്ട് കള്ളിയാണെന്നുള്ളത്. അങ്ങനെ എന്നിട്ട് ഇങ്ങനെ തുള്ളിച്ചാടി ഇങ്ങനെ കുതിരപ്പുറത്തേക്ക് ഇരിക്കുന്ന പോലെ ഇങ്ങനെ നിന്നുകൊണ്ട് എന്തോ പറയുകയാണ് ഹൂ കേഴ്സ് എന്ന്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ദേഷ്യം വരും. ഒരു കാര്യവും വ്യക്തമായിട്ട് അറിയാതെ വെറുതെ ഒരാളുടെ പേര് പറഞ്ഞുകൊണ്ട് ആ പേരിൽ സ്വന്തം മാനം പോലും കുഴപ്പമില്ല, ആ പേരിലൊന്ന് ഫേമസ് ആവണം, കുറച്ച് പേരെടുക്കണം എന്നുള്ളതിൻ്റെ ആ ഒരു ഇൻറ്റൻഷനോടുകൂടി പുള്ളിക്കാർ വന്നാണ് നമുക്ക് ആ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ 2-3 ദിവസങ്ങൾക്ക് മുൻപ് ഈ യുവനടി എന്ന് സ്വയമേ പറഞ്ഞ് നടക്കുന്ന ഇപ്പം മാധ്യമങ്ങൾ, അതായത് മാധ്യമങ്ങളെന്ന് പറയുമ്പോൾ നമുക്കറിയാം റിപ്പോർട്ടർ ചാനലിലാണ് ഏറ്റവും കൂടുതൽ കുരുപൊട്ടൽ. ഈ റിപ്പോർട്ടർ ചാനലാണ് കൂടുതലും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് വരുത്തി തീർക്കാനായിട്ട് മുന്നിലേക്ക് നിൽക്കുന്നൊരു ചാനൽ. അതേസമയം മുകേഷിൻ്റെ വിഷയത്തിൽ എന്താണ് ഇവർക്ക് പറയാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അരുൺകുമാർ ആണല്ലോ ഇവിടുത്തെ മെയിൻ ജഡ്ജി എന്ന് പറയുന്നത്. അയാളാണ് സുപ്രീം കോടതി ജഡ്ജി. അയാളാണ് ഈ കേസുകളെല്ലാം വിധിക്കുന്നതും അതിലിരിക്കുന്ന ബാക്കിയുള്ള ആളുകളാണ് ആ കേസിന് എന്ത് ശിക്ഷ കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനത്തിലേക്ക് എത്തുക. അപ്പോൾ ഇത് ശരിക്കും ഒരു ചാനലല്ല, ഇതൊരു റിപ്പോർട്ടർ എന്ന് പറയുന്ന ഒരു കോടതിയാണ്, റിപ്പോർട്ടർ കോടതി. ആ കോടതിയാണ് തീരുമാനിക്കുന്ന ആരാണ് തെറ്റുകാരൻ ആരാണ് നല്ലവരെന്നുള്ളത്. അപ്പോൾ ഇവർ ഈ പറയുന്ന റിനിയുടെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ റിനി പറയുന്നൊരു ഉത്തരവും അതേപോലെ തന്നെ റിനിയുടെ ഒരു മാനറിസങ്ങളൊക്കെ ഒന്ന് കാണണം. ഭയങ്കര ക്യൂട്ട്നെസ് വാരി എറിഞ്ഞിരിക്കുകയാണ്. വേറെ പേര് പറയണത് ഞാൻ പറയുന്നില്ല, വാരി എറിയുന്ന ക്യൂട്ട്നെസ് വാരി എറിയുന്ന ഒരു വീഡിയോ നമുക്ക് കണ്ടുപോകാം. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, ഹൂ കേഴ്സ് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡാണ്. ഈ ഹൂ കേഴ്സ് എന്നുള്ള വരികൾക്കിടയിൽ വായിച്ചാൽ മതി. ഹൂ കേഴ്സ് എന്ന ആറ്റിറ്റ്യൂഡാണ്. ഹൂ കേഴ്സ് എന്ന ആറ്റിറ്റ്യൂഡ് ജനപ്രതിനിധിയാണല്ലേ? ഹൂ കേഴ്സ് എന്ന ആറ്റിറ്റ്യൂഡാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റിയാണോ ഈ ആരോപണം? നോ കമന്റ്സ്. ഇത് പുറത്തു പറയുമെന്ന് പറഞ്ഞപ്പോൾ ഈ നേതാവ് എന്താ പറഞ്ഞു? എവിടെ വേണമെങ്കിലും പോയി പറഞ്ഞു, ആരോട് വേണമെങ്കിലും പോയി പറയും ഇങ്ങനെ പറഞ്ഞു. പല നേതാക്കന്മാരും പിതൃതുല്യനാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവരോടൊക്കെ ഈ പ്രശ്നം ഉന്നയിക്കുകയും ചെയ്തു. അവരിൽ നിന്നുള്ള മറുപടി കേട്ടിട്ട് അവരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടോ? പല വിഗ്രഹങ്ങളും ഉടഞ്ഞുപോയി. ഇപ്പോൾ ഞാൻ ഒരാൾ ഈ മാധ്യമങ്ങളുടെ മുന്നിൽ എൻ്റെ തന്നെ ലൈഫ് ഡേഞ്ചർ ആക്കിക്കൊണ്ട് പറയാണ്. ഇനിയെങ്കിലും ആ പ്രസ്ഥാനമാണ് ചിന്തിക്കേണ്ടത്. ഞാൻ അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. മുതിർന്ന നേതാക്കന്മാർ ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള യുവ നേതാക്കന്മാരെ നിയന്ത്രിക്കാൻ തയ്യാറാവണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഒരു നിയന്ത്രണമാണ്. ഏത് രീതിയിലാണെങ്കിലും നിയന്ത്രിക്കണം. അങ്ങനെയാണെങ്കിൽ ജനപ്രതിനിധിയായിട്ട് തുടരുന്നതിനും അർത്ഥമില്ല അല്ലേ? ഏത് രീതിയിലാണെങ്കിലും അത് അവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. അത് ഞാൻ അതിനകത്തൊരു അഭിപ്രായം പറയേണ്ട കാര്യമില്ല. എൻ്റെ പൊന്നെ, ചേച്ചിയുടെ ഒരു സംസാരമൊക്കെ കണ്ടപ്പോഴേ അല്ലെങ്കിൽ ആ ഒരു മെസ്സേജ് കണ്ടപ്പോഴേ എൻ്റെ ഈ കയ്യിലെ രോമവും എൻ്റെ ഈ പറയുന്ന ആർജം എന്നുള്ളിലെ ഈ ഒരു മനുഷ്യൻ നമ്മുടെ പുത്തിരിക്കണ്ടം മൈതാനം വഴി 2-3 റൗണ്ട് ഓടി. അമ്മാതിരി ഡയലോഗല്ലേ അടിക്കുന്നത്. യുവനടി എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ടറാണ് ഇവരെ പൊക്കിയെടുത്തുകൊണ്ട് വന്നത്. ഏത് സിനിമയിലാണ് ഡോക്ടർ അരുൺകുമാർ ഇവർ അഭിനയിച്ചിട്ടുള്ളത് എന്ന് പറയണം കേട്ടോ. എത്ര സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്നൂടെ ഒന്ന് പറയണം. ഇവർ അഭിനയിക്കുന്നത് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ക്യാമറയുടെ മുൻപിലാണ്. നിങ്ങളാണ് ഡയറക്ടേഴ്സും ക്യാമറാമാൻ സംഘവും എല്ലാം നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ എഴുതി കൊടുത്തിട്ടുള്ള സ്ക്രിപ്റ്റിനൊപ്പം അഭിനയിക്കുകയും ആറാടുകയുമാണ് ഈ പറയുന്ന റിനി എന്ന് പറയുന്ന പെൺകുട്ടി അല്ലെങ്കിൽ യുവനടി എന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്ന ആള്. അല്ലാതെ വേറൊന്നുമല്ല ഇവിടെ നടക്കുന്നത്. ഇവരെന്താണോ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് അത് അതേപോലെ തന്നെ പറയുന്നുണ്ട്. എന്നാൽ പറയുന്ന കാര്യത്തിൽ വ്യക്തത ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊന്നും ആടുന്നതും ഒന്നും പറയാനില്ല, നോ കമൻസ് എന്ന് പറയുന്നത്. പിന്നെ എന്ത് കാണിക്കാനാണ് ഈ ഒരു പരിപാടിയുടെ മുന്നിലേക്ക് ഇറങ്ങിയത്? ഒരു മനുഷ്യനെ അടിച്ചമർത്താവുന്നതിൻ്റെ അങ്ങേയറ്റം ലെവലിലേക്ക് കൊണ്ടുപോവുകയും അവനെ കൊടുക്കാവുന്നതിൻ്റെ വേറെ ഏതൊക്കെ വഴികളുണ്ടെന്നെല്ലാം കണ്ടുപിടിച്ചുകൊണ്ട് അവനെ പിടിച്ചൊരു ഈ ഒരു പറയുന്ന വലയത്തിലേക്ക് ഇടാൻ ശ്രമിക്കുകയാണ്. ശരിയാണ്, രാഹുലിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടാവും. ആ തെറ്റുണ്ടെങ്കിൽ അതിന് ഈ വ്യാജ പരാതിയായിട്ട് വരേണ്ട ആവശ്യമുണ്ടോ?
ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ പറഞ്ഞാൽ പോരെ. ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ട് PR വർക്ക് ചെയ്യുക, സ്വന്തം നാണവും മാനവും കളഞ്ഞുകൊണ്ട് വലിയ ഒരു എന്താ പറയുക ഈ വിപ്ലവാത്മകമായിട്ടുള്ള രീതിയിൽ പ്രസംഗിക്കുക, ഇതൊക്കെയാണോ ഈ പറയുന്ന പരാതിക്കാരികൾ ചെയ്യേണ്ടത്? പരാതി ഉണ്ടെങ്കിൽ ആ പരാതി ആരെപ്പറ്റിയാണെന്നുള്ളത് പറയുക. ആരെപ്പറ്റിയാണെന്ന് പറയാതെ വെറുതെ അങ്ങ് ചുമ്മാ ഒരു ആക്ഷേപമായിട്ട് മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് പറയാനായിട്ട് കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെയായിരിക്കും പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിനെതിരെ സംസാരിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അതായത് റിനി എന്ന് പറയുന്നത് എൻ്റെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ ഈ റിനി എന്നോടൊപ്പം നല്ല സൗഹൃദമാണുള്ളത്. ഇതുവരെയും അങ്ങനെ തന്നെയാണ്, ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എന്തെങ്കിലും പറയാനുള്ള എൻ്റെ അടുത്ത് പറയും. പുള്ളിക്കാരി ഉദ്ദേശിച്ചത് എന്നെയല്ല എന്നാണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. അപ്പോൾ ഈ വിഷയങ്ങൾക്കൊക്കെ ശേഷം നമ്മൾ അവന്തിക എന്ന് പറയുന്ന ട്രാൻസ് വുമണിൻ്റെ ഒരു പരാമർശം കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. അതായത് രാഹുൽ തന്നെ റേപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുവെന്നും ഈ രാഹുൽ നിരന്തരമായിട്ട് തനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ട് അശ്ലീലം പറയുമെന്നൊക്കെയായിരുന്നു പുള്ളിക്കാരി പറഞ്ഞത്. ഞാൻ അതിന് ചോദിച്ചൊരു ചോദ്യം, ഇതിനും മാത്രം ലൈംഗിക ദാരിദ്ര്യമുള്ള ഒരു വ്യക്തിയാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ്. കാരണം ഇതിനൊക്കെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ഇതൊക്കെ തോന്നാനാ എന്ന് മാത്രമേ ഉള്ളൂ. ബോഡി ഷേമിംഗ് ഒന്നുമല്ല, എന്നാലും പറയുമ്പോൾ ഒരു മര്യാദ വേണ്ട. നമുക്കറിയാം ട്രാൻസ്ജെൻഡേഴ്സ് അല്ലെങ്കിൽ ട്രാൻസ് വുമൺ ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ നമ്മുടെ സമൂഹം മുൻപ് മാറ്റി നിർത്തപ്പെട്ടിരുന്നൊരു കാലഘട്ടമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് ഇവരും മനുഷ്യരല്ല, ഇവർക്കും ജീവിക്കേണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് പരിഗണന എന്ന് പറയുന്ന എല്ലാവർക്കും കൊടുത്തു. ആ പരിഗണന കൊടുത്തപ്പോൾ ഇവരെന്താ ചെയ്യുന്നത്? ഈ വഴിയെ പോകുന്നവരെ പിടിച്ച് ആക്രമിക്കുക, അവരെ തുണിപൊക്കി കാണിക്കുക, അവർക്ക് മേൽ വലിയൊരു അക്രമം അഴിച്ചു വിടുക. ഇവർക്കൊരു സംവരണം കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ മുതൽ തുടങ്ങിയൊരു പരിപാടിയാണ്. ഇതിനു മുൻപ് നാട്ടുകാരെ കുറ്റം പറയും, കളിയാക്കും എന്നുള്ളൊരു പേടിയുള്ളതുകൊണ്ട് ഒതുങ്ങി ഒരു സൈഡിൽ ഇരുന്നിരുന്നു. എന്നാൽ ഇപ്പോഴോ ഒരു സംവരണം കിട്ടിയപ്പോൾ അതൊരു പ്രിവിലേജായി കണ്ടുകൊണ്ട് അല്ലെങ്കിൽ അതിനൊരു പ്രിവിലേജ് ആക്കി എടുത്തുകൊണ്ട് ഈ ആണുങ്ങളുടെ മേൽ വലിയൊരു രീതിയിലുള്ള പ്രസ്താവനയായിട്ട് വന്നിരിക്കുകയാണ്. ആണുങ്ങൾക്ക് ഇവിടെ പെൺകുട്ടികളുണ്ട്, എന്തെങ്കിലും പരിപാടികൾ അവരെ ഒപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനിടയിൽ ഇങ്ങനൊരു ട്രാൻസ് വുമൺ വന്നിട്ട് പരാതി പറയേണ്ട അല്ലെങ്കിൽ ഒരു പരാമർശം നടത്തേണ്ട ആവശ്യകത ഉണ്ടോ എന്നാണ് ഞാനിവിടെ ചോദിക്കുന്നത്. എന്തായാലും അത് പൊളിച്ചടിക്ക് രാഹുൽ കയ്യിൽ കൊടുത്തു. ഈ രാഹുലിനെതിരെ വന്ന പരാമർശങ്ങൾ പിന്നീട് ഈ അവന്തിക്ക് ഇതിന് മുൻപ് റിപ്പോർട്ടർ വിളിച്ച് ചോദിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, രാഹുൽ എനിക്ക് നല്ല സുഹൃത്താണ്, രാഹുലിൻ്റെ ഭാഗത്ത് നിന്ന് എനിക്കൊരു മിസ്റ്റേക്കും വന്നിട്ടില്ല, രാഹുലിനോട് എനിക്കൊരു വിദ്വേഷവും ഇല്ലാതെ പറയുന്നുണ്ട്. എന്നാൽ അതിനുശേഷം 2 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് അവന്തിക ഒരു മാധ്യമങ്ങളുടെ മുൻപിൽ വന്നിട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ പ്രശ്നക്കാരനാണ്, അവ എന്നെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ കാണുന്നവനെ അപ്പാന്ന് വിളിക്കുന്ന സ്വഭാവക്കാരിയായിരിക്കാം അല്ലെങ്കിൽ സ്വഭാവക്കാരനായിരിക്കും ഈ അവന്തിക എന്ന് പറയുന്ന ട്രാൻസ് വുമൺ. എന്തായാലും അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ ട്രാൻസ് വുമൺ പറഞ്ഞ കാര്യങ്ങളെ പൂർണ്ണമായിട്ടും തള്ളിക്കൊണ്ടായിരുന്നു ഈ ട്രാൻസ്ജെൻഡേഴ്സ് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ അതിൻ്റെ നേതാക്കന്മാരൊക്കെ മുന്നിലേക്ക് വന്നത്. അപ്പോൾ അവരുടെ ഒരു പത്രവാർത്ത ഞാൻ കാണാനിടയുണ്ടായി. രാഹുലുമായി അവന്തികയാണ് അങ്ങോട്ട് ചാറ്റ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഈ ഒരു ആരോപണവുമായിട്ട് വന്നത് ട്രാൻസ്ജെൻഡർ അന്ന എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു യൂണിയൻ അല്ലെങ്കിൽ ആ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അപ്പോൾ ഇവരെന്താണ് ഇതിനെപ്പറ്റി പറയുന്നത് നമുക്കൊന്ന് ആദ്യം കേട്ട് നോക്കാം. ട്രാൻസ്ജെൻഡർ കോൺഗ്രസിന്റെ ഒരു നിലപാട്, സംസ്ഥാന പ്രസിഡന്റ് അമ്മയുടെ നിലപാടും അതുപോലെ ഞങ്ങൾ ആലോചിച്ച് കൂടിയെടുത്ത ഒരു തീരുമാനം എന്ന് പറഞ്ഞാൽ രാഹുലേട്ടനെതിരെ പരാതിയുള്ളവരൊക്കെ കോടതിയിൽ പോകട്ടെ അല്ലെങ്കിൽ നിയമപരമായിട്ട് പോകട്ടെ. അത് തെളിയുമ്പോൾ സ്ത്രീകൾക്കെതിരെ പുള്ളി എന്തെങ്കിലുമൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ തെളിഞ്ഞു കഴിഞ്ഞാൽ കോടതി എടുക്കുന്ന നിലപാടിനോട് പൂർണ്ണമായിട്ടും ഞങ്ങൾ യോജിക്കും. അതുപോലെ പുള്ളിയുടെ ബാക്കിയുള്ള കാര്യങ്ങളിൽ പാർട്ടി തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്, അതിനോട് ഞങ്ങൾ യോജിച്ച് നിൽക്കും എന്ന് പറഞ്ഞ് ഒരു വ്യക്തിയെ ഇത്രയും കരിവാരി തേക്കാൻ വന്ന അവന്തികയെ പോലെയുള്ള ആളുകളെ വെച്ച് ഇനി ആരും ഒരു രാഷ്ട്രീയക്കാരെ മുതലെടുക്കാതിരിക്കട്ടെ എന്ന് പറയുന്നു. ഈ അവന്തികയുടെ വിഷയം പറയുമ്പോൾ നമ്മുടെ ആറാട്ടണ്ണന്റെ വിഷയം വന്നപ്പോഴും ഈ അവന്തിക വന്ന് ഇതേപോലെ പറഞ്ഞൊരു കാര്യമാണ്. ആറാട്ടണ്ണനെ ഇവരെ സംസാരിക്കുകയും എടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് ഫസ്റ്റ് അല്ല. അതിന് മുമ്പ് നമ്മുടെ CM സ്റ്റേഡിയത്തിൽ വന്ന സമയത്ത് കറുത്ത ഡ്രസ് ഇട്ടുകൊണ്ട് വന്ന് BJP മുൻനിർത്തി അവന്തികയുമായിട്ട് ഒരു ഇഷ്യൂ ഉണ്ടാവുകയും അന്നയ്ക്ക് അറിയില്ലായിരുന്നു. അന്നയെ കറുത്ത ഡ്രസ് ധരിപ്പിച്ചിട്ട് അന്ന കോൺഗ്രസ്സുകാരിയായിരുന്നു. എന്നിട്ട് വന്നിട്ട് അത് വലിയൊരു ഇഷ്യൂ ഉണ്ടാവുകയും അത് എപ്പോഴും പുള്ളിക്ക് ടൈം ലൈനിൽ ഇങ്ങനെ ഫേമസ് ആവണം, വൈറൽ ആവണം എന്നൊക്കെ അത് ചിലരുടെ ഒരു മാനസികാവസ്ഥയാണ്. പക്ഷേ കമ്മ്യൂണിറ്റിയെ മൊത്തത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത്. അല്ലെങ്കിൽ ഇങ്ങനെ രാഹുൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെല്ലാം സംസാരിക്കുന്നതാണ്, പേഴ്സണലി സംസാരിക്കുന്ന, പാർട്ടിപരമായിട്ട് സംസാരിക്കുന്ന വ്യക്തിയാണ്. താല്പര്യമില്ലെങ്കിൽ അത് സ്ത്രീകൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകളോട് വേണം. നമുക്ക് നോ പറയേണ്ടടുത്ത് നമ്മൾ നോ പറയുക തന്നെ വേണം. ഇപ്പൊ ഈ 2 സ്ത്രീകളും പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ എഴുത്തുകാരിയും പറയുന്നത് എന്നോട് മാത്രമല്ല ഒരുപാട് സ്ത്രീകളോട് സംസാരിച്ചതാണ് ആ വ്യക്തിക്ക് വന്നിട്ടുള്ള ഒരു വിഷയം എന്ന് തോന്നുന്നു. ഇതേപോലെ നമ്മുടെ നടിയും പറയുന്നത് ഇത് തന്നെയാണ്, എന്നോട് മാത്രമല്ല ഒരുപാട് സ്ത്രീകളോട് സംസാരിച്ചതാണ്. അപ്പൊ എന്നോട് മാത്രമായിരുന്നെങ്കിൽ പ്രശ്നമില്ല എന്നുള്ളതാണ്. ഇത്രയും ഒരു 2000-ൽ അല്ലെങ്കിൽ ഈ MLA ആവുന്നതിന് മുമ്പിട്ട് അല്ലെങ്കിൽ ഇലക്ഷൻ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു വിഷയങ്ങൾ പൊതുസമൂഹത്തിൽ കൊണ്ടുവരാം. കാരണം ഇത് സമൂഹത്തെയും രാഷ്ട്രീയപരമായും എല്ലാ രീതിയിലേക്കാണ് പോകുന്നത്. കാരണം ഇപ്പം രാഹുൽ രാജിവെക്കുകയാണെങ്കിൽ വീണ്ടും നമ്മളൊരു ഇലക്ഷനിലേക്ക് പോകുന്നു. പബ്ലിക്കിനെ നമുക്ക് വീണ്ടും ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലേക്കൊക്കെ ഇങ്ങനെ പോകുന്നത്. സ്ത്രീക്ക് നോ പറയേണ്ടടുത്ത് നോ പറയുക എന്നുള്ളത് തന്നെയാണ്. അല്ലെങ്കിൽ നിയമപരമായി പോകണം. എനിക്ക് പേര് പറയാൻ പറ്റില്ല, പേടിയാണെന്ന്. എന്തിനല്ലേ ഇവരുടെ പേരെന്താണെന്ന് എനിക്കറിയില്ല, ഇവരുടെ പേരാണോ ഇനി എന്നാന്നറിയില്ല. എന്ത് തന്നെയാണെങ്കിലും അവർ പറഞ്ഞിരിക്കുന്ന വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതായത് ഒരു പരിഗണന കിട്ടുന്നത് അല്ലെങ്കിൽ സംവരണം കിട്ടുന്നതെന്ന് പറഞ്ഞാൽ അതൊരു പ്രിവിലേജ് അല്ല. ഒരു പുരുഷൻ മേൽ ആധിപത്യം അടിച്ചേൽപ്പിക്കാനായിട്ടോ അല്ലെങ്കിൽ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടോ കിട്ടുന്ന ഒരു പരിഗണനയല്ല ഈ പറയുന്ന ട്രാൻസ് വുമൺ എന്ന് പറയുന്ന ഒരു പരിഗണനയോ അല്ലെങ്കിൽ സ്ത്രീ എന്ന് പറയുന്ന പരിഗണനയോ.
ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ സമൂഹത്തിൽ നല്ല രീതിയിൽ ജീവിച്ചു പോകാൻ വേണ്ടിയിട്ട് കിട്ടുന്നൊരു പരിഗണനയാണ് അല്ലേ? അത് സമൂഹത്തിൽ തുല്യത, ഈക്വാലിറ്റി എന്നൊക്കെ പറയുന്ന സാധനത്തിന് വേണ്ടിയിട്ടാണ്. എന്നാൽ ഇവിടെ എന്താണ് നടക്കുന്നത്? ഒരു സ്ത്രീ ഒരു പരാമർശമായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം വേടൻ്റെ വിഷയത്തിൽ എന്താണ് ഉണ്ടായത്. വേടനെ കൊടുക്കാൻ വേണ്ടിയിട്ട് 4-5 ആളുകളാണ് പരാതിയുമായിട്ട് പോയത്. എന്നിട്ട് എന്തായി? കോടതിയിൽ കേസ് പോയ സമയത്ത് കോടതിക്ക് കാര്യം മനസ്സിലായി. ഈ വന്നിരിക്കുന്ന ഇരകളുടെ ഉദ്ദേശം എന്താണെന്നും ഇര വിഴുങ്ങിയിട്ട് എവിടുന്നാണ് ഇര വിഴുങ്ങി വന്നിരിക്കുന്നതെന്നും എല്ലാം അവർക്ക് മനസ്സിലായി. അവർ വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കുകയും ചെയ്തില്ല, എല്ലാം അടപടെല്ലാം മൂഞ്ചുകയും ചെയ്തു. കോടതി കൃത്യമായിട്ടുള്ള രേഖകളുടെ അടിസ്ഥാനത്തിൽ കോടതി പറഞ്ഞു കേസ് എടുക്കാനോ അല്ലെങ്കിൽ കസ്റ്റഡിയിൽ വെക്കാനോ ഉള്ള നിയമമില്ല. വേടനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അടുത്തേക്ക് വിളിച്ചിരുത്തിക്കൊണ്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. വേടൻ അന്വേഷണ സംഘവുമായിട്ട് പൂർണ്ണമായിട്ടും സഹകരിക്കും എന്നാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് കോടതി പറഞ്ഞത്. അതിൽ പ്രത്യേകിച്ച് വലിയൊരു സെൻസേഷണലായിട്ടുള്ളൊരു കേസായിരുന്നു അല്ലേ? പലരും ചർച്ച ചെയ്യപ്പെട്ട വേടനെ റാപ്പർ എന്നുള്ള പേരിൽ നിന്ന് മാറ്റി റേപ്പർ എന്നുള്ള പേരിലേക്ക് മാറ്റിയ, വേടൻ്റെ പരിപാടികൾ തന്നെ ശിഥിലമാക്കിയ, വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ തന്നെ ശിഥിലമാക്കാൻ ശ്രമിച്ച ഒരു വലിയൊരു സംഭവമായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. നടക്കുന്നത് എന്താണ്? കുറച്ച് പണവും കുറച്ച് ഈ പറയുന്ന പ്രതിനിധിയാവുമ്പോൾ അല്ലെങ്കിൽ ഒരു ആധിപത്യം അല്ലെങ്കിൽ ഒരു നേതാവായിട്ടൊക്കെ നിൽക്കുന്ന ആളുകൾക്ക് മനസ്സിലാവുമ്പോൾ ഇവർ കുത്തിപ്പൊക്കിക്കൊണ്ടുവരുന്ന വിഷയങ്ങളാണ്. നമുക്കറിയാം വോട്ട് അടിച്ചു മാറ്റി ജയിച്ച BJPയെ പറ്റി സംസാരിച്ചു തുടങ്ങിയപ്പോൾ കോൺഗ്രസിന്റെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന രാഹുൽ ഗാന്ധിയെ പോലുള്ള ആളുകൾ ഇത് കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നപ്പോഴാണ് കേരളത്തിൽ ഇവിടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പണി കൊടുത്തത്. രാഹുൽ മാങ്കൂട്ടത്തിൽ പണി കൊടുത്തപ്പോൾ ഇതിന് BJPയുടെ ഒപ്പം കമ്മ്യൂണിസ്റ്റ് കൂടി കയറി ഇരുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. രണ്ടുപേരും കൂടി ചേർന്നിട്ട് എന്തൊരു പ്രസ്താവനകളൊക്കെയാണ്. ഈ മുകേഷിന്റെ വിഷയത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ടോ? ഒരു കോപ്പും ചെയ്തിട്ടില്ല. മുകേഷിനെ തൊടാൻ പോലും ഇവർക്ക് പറ്റുന്നില്ല. മുകേഷ് ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ മുകേഷ് തെറ്റ് അനുഭവിച്ചിട്ട് അല്ലെങ്കിൽ ശിക്ഷ അനുഭവിച്ചിട്ട് ഇപ്പം നടക്കുന്നതാണെന്നാണ് ഇവർ പറയുന്നത്. എന്തുകൊണ്ട് മുകേഷിനെതിരെ ഒരു ആരോപണം വന്നപ്പോൾ അല്ലെങ്കിൽ മുകേഷ് ഇത് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ രംഗത്തേക്ക് വന്നപ്പോൾ ഈ മഹിളാ വിഭാഗത്തിൽപ്പെട്ട കുറേ ആളുകൾ ഈ തൊട്ടിലാട്ടിക്കൊണ്ട് ഉണ്ണി വാവാവോ രാഹുലെ വാവാവോ എന്ന് പറഞ്ഞിട്ട് പാട്ടും പാടി വന്നില്ല. ഇവരെന്തുകൊണ്ട് പോയില്ല? അപ്പോൾ തന്നെ മനസ്സിലാവും നമുക്കിവിടെ എന്താണ് നടന്നിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ശ്രീ പിണറായി വിജയൻ സഖാവ് അദ്ദേഹം വന്നിട്ട് പരാമർശം നടത്തുകയുണ്ട്. ഈ രാഹുൽ ചെയ്തത് തീർത്തും കുറ്റകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതായത് ഇരയെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തി, കൊന്നുകളയെന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തി, അങ്ങനെ ചെയ്യാൻ പാടില്ല, രാഹുലിനെതിരെ കേസ് എടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം പിണറായി വിജയൻ സഖാവിൻ്റെ ഒരു ദേഷ്യം എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുൻപ് പിണറായി വിജയൻ സഖാവ് ഒരു കാര്യം പറഞ്ഞപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇറങ്ങി പോടാ എന്ന് പറയുകയുണ്ടായി എന്നുള്ളതാണ് ഇവർ പറയുന്നത്. കഴിഞ്ഞ ദിവസം വി ശിവൻകുട്ടിയൊക്കെ വന്ന് പറഞ്ഞൊരു പ്രസ്താവനയാണത്. അതായത് ഈ പിണറായി വിജയൻ സഖാവിനെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞൊരു ധിക്കാരിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് വി ശിവൻകുട്ടി പറഞ്ഞത്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ എന്താണ് പിണറായി വിജയൻ സഖാവ് വന്ന് പറഞ്ഞതെന്നുള്ളത് നമ്മുടെ രാഹുൽ ഈശ്വർ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാഹുൽ വേഴ്സസ് പിണറായി, രാഹുലിനെ വേട്ടയാടി മുഖ്യമന്ത്രി എന്നാണ് അതിൽ അദ്ദേഹം ഒരു ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആ ഒരു വീഡിയോ കണ്ടു നോക്കിയിട്ട് ബാക്കി വീഡിയോയിലേക്ക് വരാം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിയമ നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. പിണറായി വിജയൻ സഖാവ് കേസ് കൊടുക്കൂ. ആര് കേസ് കൊടുക്കും? എന്തിന്റെ പേര് നിയമ നടപടി എടുക്കും? എന്തെന്ന് പറഞ്ഞെടുക്കും? നമുക്ക് നോക്കാം. രാഹുലിനെതിരെ നിയമ നടപടി ഉണ്ടാകും. ഗർഭം ധരിച്ച സ്ത്രീയെ കൊന്നു കളയുമെന്ന് പറയുന്നത് വലിയ ക്രിമിനൽ രീതി. സർ, പിണറായി വിജയൻ സഖാവെ, രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങേ മോശമായ വാക്കുകൾ വിളിച്ചിട്ടുണ്ട്. അതൊന്നും വിളിക്കുന്നത് തെറ്റാണ്. അങ്ങേ ഏറ്റവും ആദരവോടെ കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങ് കാരണം 4-5 തവണ ജയിലിൽ കിടന്ന വ്യക്തിയാണ്. എന്നാലും വ്യക്തിപരമായി അങ്ങേ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന, അങ്ങയുടെ സീനിയോറിറ്റിയും സ്റ്റാച്ചറിനെയും പറയുന്ന വാക്കുകൾ മെഷർ ചെയ്ത് പറയുന്നതിനെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങേ പോലുള്ള വ്യക്തികൾ ഇങ്ങനെ പറയരുത്. ഈ നാട്ടില് ബോധവും വിവരമുള്ള ആര് കേട്ടാലും മനസ്സിലാവും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ എന്താണ്. ഇതാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. ഒന്ന് കേട്ടു നോക്കാം. റിപ്പോർട്ടുകൾ വരുന്നു. അതില് നിങ്ങൾ തന്നെ പുറത്തു കൊണ്ടുവന്ന കാര്യങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഒരു സംഭാഷണത്തിന്റെ ഭാഗത്ത് ഗർഭസ്ഥ ശിശുവിനെ ആ ഗർഭം അലസിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, അങ്ങനെ അലസിയില്ലെങ്കിൽ ആ ഗർഭം ധരിച്ച യുവതിയെ കൊല്ലാൻ വലിയ സമയം വേണ്ട എന്ന് വരെ പറയുന്നിടത്തേക്ക് എത്തുന്ന അവസ്ഥ, അതൊക്കെ നിങ്ങൾ പുറത്തു കൊണ്ടുവന്ന കാര്യങ്ങളാണ്. അപ്പോ എത്രമാത്രം ക്രിമിനൽ രീതിയാണ് വരുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഭാഗമായിട്ട് കാണേണ്ട ഒരു കാര്യം. സഖാവെ, അങ്ങേ പോലെ വലിയൊരു മനുഷ്യൻ ഇങ്ങനെ പറയരുത്. ലോകത്തിൽ അത് കേൾക്കുന്ന ആർക്കും മനസ്സിലാകും. അതായത് അതൊരു ദേഷ്യത്തിന്റെ പുറത്ത് പറയുന്നതാണ്. അത് പെട്ടെന്ന് എന്താ പറയണേ, ഒരു ദേഷ്യത്തിന്റെയും സംഭാഷണത്തിനിടയ്ക്ക് പറയുന്നതാണ്. അത് കേൾക്കുമ്പോൾ ആർക്കാ മനസ്സിലാവാത്തത്? അതായത് മനഃപൂർവ്വം ഈ കൊല്ലൽ എന്നുള്ള കാര്യം വരാൻ വേണ്ടിയിട്ട് ഈ പെൺകുട്ടി, മാധ്യമ പ്രവർത്തക കൂടിയായ ഈ പെൺകുട്ടി, ഏഷ്യാനെറ്റിലോ ജനൻ TV-യിലോ ഒക്കെ വർക്ക് ചെയ്യുന്നു എന്ന് പലരും പറയുന്ന ഈ പെൺകുട്ടി വളരെ ആലോചിച്ചു കൂടെ ഒരാളെ കൊണ്ട് പ്രോംപ്റ്റ് ചെയ്ത് പറയിക്കുകയാണ്, എടാ നീ എന്നെ കൊല്ലാൻ പോലും മടിക്കില്ല. അപ്പൊ ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് എന്താ അറിയോ? നീ സിനിമ കാണുകയാണോ? നീ എന്തായി പറയണേ? അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ഞെട്ടലിൽ പറയുകയാണ്, സിനിമ കാണുകയാണോ? നീ എന്തായി പറയുന്നത്? അപ്പൊ യഥാർത്ഥത്തിൽ ഇത് അങ്ങേ പോലെ വലിയൊരു മനുഷ്യൻ അല്ലെങ്കിൽ ഇത്രയും മുതിർന്ന നമ്മുടെ മുഖ്യമന്ത്രി ആ രീതിയിൽ രാഷ്ട്രീയപരമായ ദുരുപയോഗം ചെയ്യുന്നത് കണ്ടില്ലേ? ഇതില് രാഹുൽ ഈശ്വർ പറഞ്ഞത് വേണമെങ്കിൽ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൊലപാതകത്തിന് വേണമെങ്കിൽ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിക്കാം, അത് വേണമെങ്കിൽ നടക്കുമെന്നാണ്. അപ്പോൾ ഈ ഒരു വിഷയം വന്നതിന് ശേഷം ഇന്ന് ഞാൻ കണ്ടൊരു വാർത്തയാണ്, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ക്രൈംബ്രാഞ്ചിൽ പരാതി.
അപ്പോൾ രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ നീക്കം, അത് പിണറായി സഖാവിൻ്റെ ഈ പറയുന്ന ടീം അതിനുവേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ വിഷയങ്ങൾ എന്താണെന്ന് അറിയില്ല, ഒരാൾ പോലും പരാതിയുമായിട്ട് പോയിട്ടില്ല. ഇവർ കണ്ടൊരു വിഷയം ഈ പറയുന്ന ഇരയെ പീഡിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ഇരയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് മൊഴി മാറ്റാൻ ശ്രമിക്കുന്നു, ഇരയെ കൊന്നുകളയുമെന്ന് പറയുന്നു എന്നൊക്കെയുള്ള രീതിയിലാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ആ ഒരു വോയിസ് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ആ വോയിസിൽ എന്താണ് പറയുന്നത് എന്നുള്ളത്. ആ വോയിസിൽ അയാളെ കൊണ്ട് പറയിപ്പിച്ചൊരു കാര്യമാണ്. ഇപ്പോൾ ഈ രാഹുൽ ഈശ്വർ പറയുന്ന പോലെ തന്നെ ഇര അങ്ങോട്ട് ഇട്ടിട്ട് കൊടുക്കുകയാണ്, ഇത് നീ പറയടാ എന്നുള്ള രീതിയിൽ. അങ്ങനെ പറഞ്ഞപ്പോൾ അറിയാതെ അയാളുടെ വായിൽ നിന്ന് വന്നു പോയൊരു കാര്യത്തിനെ നമ്മുടെ മുഖ്യമന്ത്രി, ബഹുമാനീയനായ മുഖ്യമന്ത്രി വന്നിട്ട് പറയുകയാണ് ഈ ഇരയെ കൊന്നുകളയുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പ്രസ്താവന നടത്തി. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് എടുക്കണം, രാഹുലിനെ പിടിച്ച് അകത്തിടണമെന്ന്. അങ്ങനെ ക്രൈംബ്രാഞ്ച് ഈ രാഹുലിനെതിരെ കേസ് എടുത്തിരിക്കുകയാണെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്ത് കോപ്പിലെ നിയമമൊക്കെയാണല്ലേ. അപ്പോൾ ഇതേ സെയിം കാര്യം തന്നെയാണ് വേടൻ്റെ വിഷയത്തിൽ നടന്നിരിക്കുന്നത്. അപ്പോൾ ഒരു പെണ്ണോ അല്ലെങ്കിൽ പെണ്ണല്ലാത്ത ഏതെങ്കിലും ഒരാൾ വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞതിൻ്റെ പേരിൽ ഒരാളുടെ രാഷ്ട്രീയ ഭാവി അല്ലെങ്കിൽ അയാളുടെ വ്യക്തിത്വം അല്ലെങ്കിൽ ആ ഒരു മനുഷ്യനെ തന്നെ ഇല്ലായ്മ ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ആളുകളാണ് നമ്മുടെ സമൂഹത്തിലുള്ളതെന്ന് ഓർക്കുമ്പോൾ എന്തൊരു കഷ്ടമാണല്ലേ. ഈ രീതിയിലുള്ള പ്രസ്താവനകളും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പരാമർശങ്ങളും അല്ലെങ്കിൽ ഈ രീതിയിലുള്ള പ്രവൃത്തികളും ഇനി വരും ദിവസങ്ങളിലും കണ്ടിന്യൂ ചെയ്യും. ഇന്നലെ വേടനായിരുന്നെങ്കിൽ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നാളെ പല ആളുകൾക്കും വരും. അപ്പോൾ ഈ മുകേഷിൻ്റെ കാര്യത്തിൽ ഇവരെന്താണ് തീരുമാനം എടുത്തിരിക്കുന്നതെന്നും അതേപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം വന്നപ്പോൾ എന്താണ് ഇവർ കാണിച്ചു കൂട്ടിയതെന്നും ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവരുടെ ഇരട്ടത്താപ്പ്, ഇരട്ട നീതി എന്താണെന്നൊക്കെ. അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ വിഷയങ്ങൾ എന്താണെന്ന് അറിയാൻ പറ്റും. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. എന്നാൽ രണ്ടുപേരുടെയും ഭാഗത്ത് വേടൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെയാണ്. എന്നാൽ രണ്ടുപേരുടെയും ഭാഗത്ത് ഈക്വലായിട്ട് തെറ്റുണ്ടെങ്കിൽ രണ്ടുപേരും ആ ശിക്ഷയെ അനുഭവിക്കുക തന്നെ വേണം. അത് തന്നെയാണ് ഇവിടെ നടക്കേണ്ടതും. അപ്പോൾ എന്തായാലും വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കാണാം പുതിയൊരു വീഡിയോ ആയിട്ട്. അപ്പോൾ ഓക്കെ ബൈ.